ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ദാ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു ചക്കയായിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് തൊട്ട അയൽവക്കത്തുള്ളൊരു ചേച്ചി കൊണ്ടുതന്നാണ് ചക്ക. അപ്പോൾ പഴുത്ത നല്ല വരിക്ക ചക്ക ആയതുകൊണ്ട് ഒരു ദിവസം നമ്മൾ ചക്കയപ്പം ഉണ്ടാക്കി. അപ്പോൾ ഇന്ന് ഞങ്ങൾ വിചാരിച്ചു പഴുത്ത ചക്കേനെ കൊണ്ട് പായസം വെക്കാമല്ലോ എന്ന് വിചാരിച്ചു. നല്ല മധുരം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് പകുതി ഞാൻ തന്നെ എടുത്ത് കഴിച്ചു. ഇതിൻ്റെ മധുരം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കൊതിയിടുന്നുണ്ടാവില്ലേ. നല്ല മധുരമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മ പറഞ്ഞു എന്നാലും ഇന്ന് പായസം വെക്കാമല്ലോ എന്ന്. അപ്പോൾ പായസത്തിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നല്ല പഴുത്ത വരിക്കച്ചക്ക വേണം. പിന്നെ വെല്ലം ഉരുക്കിയിട്ട് അത് നന്നായിട്ട് അരിപ്പയിൽ അരിച്ചിട്ട് വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അതിൻ്റെ കല്ലും മണ്ണൊക്കെ പോകാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഉരുക്കിയതിന് ശേഷം ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട്, അതായത് 5 പീസ് വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഉരുക്കിയതിന് ശേഷം അത് ഞാൻ അരിപ്പയിൽ അരിച്ചിട്ട് വെച്ചതാണ് ഈ കാണുന്നത്. പിന്നെ 4 തേങ്ങ എടുത്തിട്ടുണ്ടായിരുന്നു. 4 തേങ്ങയുടെ പാലുണ്ട്, തേങ്ങാപ്പാലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതാ 4 തേങ്ങയുടെ പാലെടുത്ത് വെച്ചിട്ടുണ്ട്. കൂടാതെ നമുക്ക് അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ മുന്തിരിയും വേണം ആവശ്യത്തിന്. പിന്നെ ഏലക്കായ് പൊടി വേണം, ഏലക്കായ് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നെയ്യാണ് കേട്ടോ. ഇത് തലേദിവസം അച്ഛൻ വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. വീട്ടിൽ നിന്നാക്കിയ നെയ്യാണ് കേട്ടോ, അമ്മയാക്കിയ നെയ്യാണ്, നല്ല ഫ്രഷ് നെയ്യാണ്. അപ്പം ഞാനിതുപോലെ ഒരു വീഡിയോ ഇടുന്നുണ്ട്, നെയ്യാക്കുന്ന വീഡിയോ ഇടുന്നുണ്ട്. പാടെ കുറച്ചേ ആയുള്ളൂ, കുറച്ചധികം ആയതിനു ശേഷം ഞാൻ നെയ്യാക്കുന്ന ഒരു വീഡിയോ ഇടുന്നുണ്ട്. അപ്പോൾ അത് ഇത്രയാണ് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ. അപ്പോൾ ഉണ്ടാക്കുന്നത് അമ്മയാണ് കേട്ടോ, അമ്മ ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം എന്ന് വെച്ചാൽ കുക്കറിലാണ് ഈ എടുത്ത് വെച്ചിരിക്കുന്നത്, അതായത് മുറിച്ചിട്ട് ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കി വെക്കുക. ഇത് നമ്മൾ കുക്കറിൽ ആദ്യം വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ കുക്കർ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നന്നായിട്ട് കഴുകിയിട്ട്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് തന്നെ എടുക്കുള്ളൂ. പക്ഷേ നന്നായിട്ട് കഴുകിയിട്ട് വേറെ എന്തെങ്കിലും കറി വെക്കുന്നതാണെങ്കിൽ അതിൻ്റെ മണമോ അല്ലെങ്കിൽ അതിൻ്റെ ടേസ്റ്റൊക്കെ വരുന്നത് കൊണ്ട് നന്നായിട്ട് കഴുകുക. എന്നിട്ട് ശേഷം മാത്രമേ നമ്മൾ ഈ പായസമൊക്കെ ഉണ്ടാക്കുമ്പം കുക്കർ ഉപയോഗിക്കാൻ വേണ്ടി പാടുള്ളൂ. ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വെച്ചതാണെങ്കിൽ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കൂടി ഈ പായസത്തിന് വരും. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചിട്ട് തന്നെ കുക്കർ നല്ല ക്ലീനായിട്ട് കഴുകിയതിന് ശേഷം ചക്ക വേവിക്കാൻ വേണ്ടിയിട്ട് എടുക്കാം. ഓക്കെ, അപ്പം നമുക്ക് ചക്ക വേവിച്ചിട്ട് എടുത്തിട്ട് വരാം. അപ്പം നമ്മൾ വേവിക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട്. അമ്മ ഒഴിച്ചോ അമ്മ? 1 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട്. പിന്നെ എന്നിട്ട് നമുക്കിത് വേവിച്ചെടുത്തിട്ട് വരാം. ഓക്കെ, അപ്പം നമ്മൾ കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മളെ ചക്ക വെന്തിട്ടിട്ടുണ്ട്. അത് കുക്കറിൽ നിന്നൊരു പാത്രത്തിലേക്ക് മാറ്റുക. എന്നിട്ട് നന്നായിട്ട് തണിയണം. അപ്പോൾ നമ്മളെ ചക്ക നന്നായിട്ട് വെന്തിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ നന്നായിട്ട് മാറിയതിന് ശേഷം നമുക്കിത് മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കാം. നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ട് വരാം. ഓക്കെ, ഇത് നന്നായിട്ട് തണിയണം. തണിഞ്ഞതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ടിട്ട് അരക്കാം. അപ്പോൾ ചക്ക നന്നായിട്ട് തണിഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ മിക്സിയിലിട്ടിട്ട് നല്ലോണം പേസ്റ്റാക്കി അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിങ്ങനെ ആക്കുന്നുണ്ടെന്ന് കണ്ടാലോ. അപ്പം നമ്മൾ സ്റ്റീലിൻ്റെ ഉരുളി നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ വെള്ളം മൊത്തം വറ്റിയതിന് ശേഷം നമുക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. അപ്പം നമ്മൾ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. നെയ്യിലേക്ക് നമ്മൾ അരച്ച് വെച്ച് പഴുത്ത ചക്ക, അതായത് വേവിച്ചിട്ട് അരച്ചെടുത്ത പഴുത്ത ചക്ക ഇതിനകത്ത് ഇട്ട് കൊടുക്കുകയെന്ന്. നന്നായിട്ട് പേസ്റ്റായിട്ട് അരയണം കേട്ടോ, ഇതുപോലെ അരിഞ്ഞെടുക്കണം. നന്നായിട്ട് അരിഞ്ഞതിന് ശേഷം നെയ്യിലിട്ടിട്ട് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റുന്നത് വരെ നന്നായിട്ട് വഴച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നല്ല തിള വരുന്നുണ്ട്. കൈ വിടാതെ തന്നെ ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെയാണ് അടിക്ക് പിടിക്കുക. അതുകൊണ്ട് കൈ വിടാതെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഇതിൻ്റെ വെള്ളം ഒക്കെ വറ്റിയിട്ട് നല്ലോണം കുറുകുന്ന വരെ നന്നായിട്ട് വഴറ്റി കൊടുത്തുകൊണ്ട് നിൽക്കുകയാണ് വേണ്ടത്. അപ്പം നമ്മളെ ചക്കേൻ്റെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഉരുക്കി വെച്ച ശർക്കര കൂടി നമുക്കിതിലേക്ക് ചേർക്കാം. ശർക്കര പാനി നമ്മൾ നേരത്തെ ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതും കൂടി നമുക്കിതിൽ ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കാം. ശർക്കര ഒഴിച്ചതിന് ശേഷം നമുക്കൊരു 10 മിനിറ്റ് അതായത് വഴറ്റി കൊടുത്തുകൊണ്ട് നിൽക്കണം. ശർക്കരയും അതുപോലെ തന്നെ ചക്കയും കൂടി നന്നായിട്ട് മിക്സായി വരുന്നത് വരെ കുറച്ച് സമയം നമുക്ക് വഴറ്റി കൊടുത്ത് നോക്കാം. എന്നിട്ട് മിക്സ് ആയതിനു ശേഷം നമുക്ക് നേരത്തെ
നേരത്തെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള തേങ്ങാപ്പാൽ ഇതിലേക്ക് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അമ്മ ചക്കപ്പായസം ആക്കിയിട്ടുണ്ടോ? ഇല്ല മോളെ. എൻ്റെ അച്ഛൻ്റെ വീട്ടിൽ നിന്ന് അമ്മമ്മയാക്കലുണ്ട്. കണ്ടുപിടിച്ചിട്ടുണ്ട് ഇങ്ങനെ ആക്കലേന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഞാൻ ആക്കയില്ല. ആദ്യമായിട്ടാണ് ആക്കല്. അച്ചാച്ചന് ഇഷ്ടമല്ല. ഞാൻ കഴിച്ചിട്ടുണ്ട് കേട്ടോ ചക്കപ്പായസം. അമ്മ വീട്ടിലാക്കലുണ്ടായിരുന്നു. അപ്പോൾ അമ്മയും അച്ഛനും ആക്കിയിട്ട് അതുപോലെ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് നമ്മൾ ചക്കയപ്പം ആക്കാറുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഇന്നലെയൊക്കെ മിനിഞ്ഞാന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. 2 ദിവസം മുന്നേ ഉള്ള വീഡിയോയിൽ ഞാൻ ചക്കയപ്പം ഉണ്ടാക്കിയിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം വരിക്കച്ചക്ക കിട്ടിയാൽ നമ്മൾ ചക്കയപ്പം ഉണ്ടാക്കാറുണ്ട്. പക്ഷെ പായസം ഉണ്ടാക്കൽ കുറവാണ്. പക്ഷേ അവിടുത്തെ അമ്മ ആക്കി തരത്തുണ്ടായിരുന്നു, ചക്ക പായസം ആക്കി തരത്തുണ്ടായിരുന്നു. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്തായാലും അല്ലേ, ആക്കിയിട്ട് നോക്കാം. ഫസ്റ്റത്തെ പരീക്ഷണമാണ് ചക്കപ്പായസം. ഫ്ലോപ്പ് ആയാലും എന്തായാലും നമുക്ക് ഒരുമിച്ചിട്ട് തന്നെ കാണാം അല്ലേ. അപ്പം നമ്മളെ ചക്കയും അതുപോലെ തന്നെ ശർക്കരയും കൂടി നന്നായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള തേങ്ങാപ്പാൽ ഇതിലേക്ക് കുറേശ്ശെയായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുത്ത് നോക്കാം. നമ്മൾ ഒഴിക്കാൻ പോകുന്നേ. അപ്പം നമ്മൾ പാൽ ഒഴിക്കലാന്ന് കേട്ടോ. തേങ്ങാപ്പാൽ നമ്മൾ ഒഴിക്കലാന്ന്. തേങ്ങാപ്പാൽ ഒഴിച്ച് നന്നായിട്ട് മിക്സാക്കി എടുക്കുക. അപ്പം നമ്മൾ തേങ്ങാപ്പാലും അതുപോലെ തന്നെ ചക്കയും ശർക്കരയും ഒക്കെ ഫുള്ളായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇത് നന്നായിട്ട് തിളക്കണം കേട്ടോ. തിളച്ച് നന്നായിട്ട് കുറുകി വരണം. കുറുകി വന്നതിന് ശേഷം നമുക്ക് കാണാം കേട്ടോ. ഞാൻ എൻ്റെ വീഡിയോയിൽ എടുക്കുന്ന സമയത്ത് ഒരു വെള്ള കളറാണ് അടിക്കുന്നത് കേട്ടോ. പക്ഷേ ഇതിൽ ശരിക്കും നോക്കുമ്പോൾ ഒരു യെല്ലോ അതായത് ഒരു ബ്രൗൺ കളർ, ചെറിയൊരു നമ്മൾ ശർക്കരേൻ്റെ ആ ഒരു കളർ തന്നെ വരുന്നുണ്ട്. അതായത് നമ്മൾ പ്രഥമനൊക്കെ വെക്കുന്നില്ലേ, ആ ഒരു കളർ തന്നെ കിട്ടുന്നുണ്ട്. പക്ഷേ എൻ്റെ വീഡിയോയിൽ എടുക്കുമ്പോൾ ഒരു വെള്ള കളറാണ് കേട്ടോ കാണിക്കുന്നത്. വീഡിയോൻ്റെ കുഴപ്പമായിരിക്കും ഒരു പക്ഷേ. അപ്പം നമുക്ക് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിടുന്നുണ്ട്. നമ്മൾ മധുരം ബാലൻസായി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് തിള വരുന്ന വരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ തിളവന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴേക്കും നമുക്ക് കുറച്ച് ഏലക്ക പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കാം. ഏലക്ക പൊടിച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പായസം നന്നായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കൺസിസ്റ്റൻസി വേണം. അതാ നമ്മൾ കയ്യിൽ നിന്ന് ഇങ്ങനെ വിട്ട് നിൽക്കുമ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി കിട്ടണം നമുക്ക്. ഈ ഒരു ഇത് കിട്ടണം കേട്ടോ. അപ്പോൾ നമുക്കിത് ഓഫാക്കി വെക്കാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് നെയ്യിൽ കാഷ്യൂയും കിസ്മിസും കൂടി നമുക്ക് വറുത്തിട്ട് കൊടുക്കാം. നമ്മൾ അടിപൊളി ചക്ക പായസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കാഷ്യൂ ഇട്ട് കൊടുക്കാം. നല്ല പ്യുവർ നെയ്യാണ് കേട്ടോ. കളറ് കണ്ടോ, നല്ല അടിപൊളി പ്യുവർ നെയ്യാണ്. ഇതിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പ് നമുക്ക് വറുത്ത് കോരിയെടുക്കാം. അപ്പം നമ്മൾ കാഷ്യൂ കോരി മാറ്റിയിട്ടുണ്ട്. നമുക്കതിലേക്ക് ബാക്കിയുള്ള നെയ്യിലേക്ക് നമുക്ക് മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കിതും കൂടി പായസത്തിലേക്ക് ഒഴിക്കാം. അപ്പോൾ നമ്മൾ അടിപൊളി ചക്ക പായസം റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ എന്നാൽ. അപ്പം നമ്മളെ പായസം ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് തന്നെ കൊടുക്കാം ടേസ്റ്റ് നോക്കാൻ. അമ്മ ടേസ്റ്റ് നോക്കിയിട്ട് അഭിപ്രായം പറയാം. അമ്മ ഉണ്ടാക്കിയ ചക്കപ്പായസം അടിപൊളിയാ, സൂപ്പറായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്. ഫസ്റ്റ് ടൈം ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞിട്ടല്ല, നമ്മളെല്ലാ ചേരുവകളും തന്നെ ഒരുമിച്ച് കൂടുമ്പം എന്തായാലും
ഫുഡിന് നമ്മൾ എല്ലാ സാധനങ്ങളും ഒരുമിച്ച് ചേർക്കുമ്പം സ്വാദിഷ്ടമായിട്ട് തന്നെ നമുക്ക് കിട്ടുമല്ലോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. പിന്നെ എൻ്റെ വീഡിയോ ഫസ്റ്റ് ടൈമാണ് ആരെങ്കിലും കാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടാനും മറക്കരുത്. അപ്പോൾ ടാറ്റാ ബൈ.